ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 2 alarm clocks റിംഗ് their alarms at regular intervals of 50 seconds and 48 seconds if they first beep together at 12 noon. At what time will they beep again for first time? ഇത്തരം ക്വസ്റ്റ്യനിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മിനിമം, സ്മോളസ്റ്റ്, അതുപോലെ ലോവസ്റ്റ്, സൈമൾട്ടേനിയസ്ലി, അറ്റ് ദ സെയിം ടൈം, ടുഗദർ എന്നൊക്കെ വാക്കുകൾ ഉണ്ടെങ്കിൽ അത് LCM കാണാനാണ്. അതുപോലെ ഗ്രേറ്റസ്റ്റ്, മാക്സിമം, ഹയ്യസ്റ്റ്, ലാർജസ്റ്റ് എന്നൊക്കെ പറയുകയാണെങ്കിൽ ഹയ്യസ്റ്റ് കോമൺ ഫാക്ടർ, അതായത് HCF ആണ് കാണേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് ടുഗദർ എന്ന് പറയുന്ന ഒരു വാക്കുകളുണ്ട്, അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. LCM ആണ് കണ്ടുപിടിക്കേണ്ടത്. 48ൻ്റെയും 50ൻ്റെയും എന്ത് ചെയ്യുക, LCM ആണ് കാണേണ്ടത്. അതുപോലെ തന്നെ ക്വസ്റ്റ്യനിൽ 12 മണിക്ക് ഇത് 2 അലാറം ഒരുമിച്ച് ബീപ്പ് ചെയ്യും എന്ന് പറയുന്നുണ്ട്. എങ്കിൽ അടുത്ത ബീപ്പ് എപ്പോഴാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം, LCM കണ്ടുപിടിക്കുക. 48ഉം 50 എല്ലാം തന്നിരിക്കുന്ന നമ്പേഴ്സ് അതിനെ ഫാക്ടേഴ്സ് ആക്കിയാൽ നമുക്ക് എന്ത് കിട്ടും? 48 = 2 × 2 × 2 × 2 × 3 എന്ന് എഴുതാം. അതുപോലെ 15 എന്ത് ചെയ്താം, 2 × 5 × 5 എന്ന് എഴുതാം. ഇനി LCM എങ്ങനെ നമുക്ക് കണ്ടെത്താം? അതിൽ 2⁴ ആദ്യത്തേലും രണ്ടാമത്തെ 2⁴. അതിൽ ഏറ്റവും കൂടുതൽ പവർ വരുന്ന ഏതാണ്? 2⁴ അല്ലേ? അത് എഴുതാം, 2⁴. ദാറ്റ് മീൻസ് 2 × 2 × 2 × 2. അതുപോലെ 3⁴ ആണ് ഹയസ്റ്റ് പവർ, അതുകൊണ്ട് 3 എഴുതി. 5⁻², ആയതുകൊണ്ട് 5 × 5 എന്നും എഴുതി. അപ്പോൾ അത് ടോട്ടൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1200 സെക്കൻഡ് കിട്ടും. എന്ന് വെച്ചാൽ 20 മിനിറ്റ് ആണ് അല്ലേ? അപ്പോൾ നമുക്ക് ലാസ്റ്റ് കൺക്ലൂഷൻ എന്താ പറയുക? ദേ വിൽ ബീപ്പ് ടുഗദർ അറ്റ് 12:20. അതായത് 12 മണി കഴിഞ്ഞാൽ 12:20 എന്ത് ചെയ്യും, അത് ബീപ്പ് ചെയ്യും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ദ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഹൂസ് സം ഓഫ് സീറോസ് ഈസ് 3 ആൻഡ് പ്രോഡക്റ്റ് ഓഫ് സീറോസ് ഈസ് -2 ഈസ്. അപ്പോൾ നമുക്ക് ഇവിടെ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ കണ്ടെത്തണം. ക്വസ്റ്റ്യനിൽ തന്നത് സം എന്ന് പറഞ്ഞത് 3യും അതുപോലെ പ്രോഡക്റ്റ് ഓഫ് സീറോസ് എന്ന് പറഞ്ഞത് -2 ആണെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, P(x) = x² - a + b അല്ലെങ്കിൽ ആൽഫ + ബീറ്റ × x + ab അല്ലെങ്കിൽ ആൽഫ × ബീറ്റ. ഏതാണ് ഉപയോഗിക്കേണ്ടത് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, ഉപയോഗിക്കുക. ഇവിടെ x² - a + b എന്ന് പറഞ്ഞാൽ അതായത് സീറോസിൻ്റെ സമ്മ് തന്നിട്ടുണ്ട്. എത്രയാണ്? 3x. പിന്നെ പ്രോഡക്റ്റ് എന്താ തന്നത്? -2 ആണ്. അപ്പോൾ +ab എന്നാണ് നമുക്ക് ഇക്വേഷനിലുള്ളത്. ആ +ab വരെ എന്ത് ചെയ്യുക, -2 എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന പോളിനോമിയൽ എന്താണ്? x² - 3x - 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വൺ ഇക്വേഷൻ ഓഫ് എ പെയർ ഓഫ് ഡിപ്പെൻഡൻറ്റ് ലീനിയർ ഇക്വേഷൻ ഈസ് -5x + 7y = 2. ദ സെക്കൻഡ് ഇക്വേഷൻ ക്യാൻ ബി. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്. ഈ 4 ഓപ്ഷൻസിൽ നിന്ന് എന്ത് ചെയ്യുക, ആൻസർ കണ്ടെത്താൻ കഴിയും. എങ്ങനെയാണ് നോക്കാം. ഡിപ്പെൻഡൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ്, അതുപോലെ കൺസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞ മീനിങ് ആണ്. കൺസിസ്റ്റൻറ്റും ആണ്, ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് ഉണ്ടാവും. അപ്പോൾ എന്താണ് ആ കണ്ടീഷൻ? ഒരു കണ്ടീഷൻ, നമുക്ക് 3 കണ്ടീഷൻസ് ഉണ്ട്. ആ 3 കണ്ടീഷൻസിൽ ഒരു ക്വസ്റ്റ്യൻ ഷുവറാണ്. അപ്പോൾ അത് നന്നായി പഠിക്കുക. A1/A2 = B1/B2 = C1/C2 എന്ന് പറയുന്ന കണ്ടീഷൻ ആണെങ്കിലാണ് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് ആവുക, അത് കൺസിസ്റ്റൻ്റ് ആവുക. അത്തരം ഇക്വേഷൻസിന് പറഞ്ഞ പേരാണ് ഡിപ്പെൻഡൻ്റ് ലീനിയർ ഇക്വേഷൻസ് എന്ന് പറയാം. നമുക്ക് ആ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഡി ഓപ്ഷൻ എടുക്കാം. 10x - 14y = -4. എന്നിട്ട് റേഷ്യോ ഒന്ന് കണ്ടുനോക്കൂ. 10 / -5 എന്ന് പറയുന്നത് -2 ആണ്. -14 / 7 = -2 ആണ്. -4 / 2 എന്ന് പറയുന്നത് ആൻസർ എന്താണ്? -2 ആണ്. അപ്പോൾ റേഷ്യോസ് എല്ലാം ഈക്വൽ ആണ്. A1/A2 = B1/B2 = C1/C2 = എന്ത് കിട്ടുന്നുണ്ട്? -2. അപ്പോൾ ഓപ്ഷൻ ഏതാണ് കറക്റ്റ്? ഡി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. നമുക്ക് സിമിലർ ട്രയാങ്കിളുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. എക്സിൻ്റെ വാല്യൂ കണ്ടെത്താനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 2 ട്രയാങ്കിൾ ഉണ്ട്. ഒന്ന് PAB എന്ന് പറഞ്ഞ ട്രയാങ്കിൾ ഉണ്ട്, അതുപോലെ PQR എന്ന് പറഞ്ഞ ട്രയാങ്കിളും ഉണ്ട്. ഇത് സിമിലർ ആണോ എന്ന് നമുക്ക് എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ കണ്ടീഷൻസ് നോക്കിയിട്ട് SAS എന്ന് പറഞ്ഞ ക്രൈറ്റീരിയ ഉണ്ടോ എന്നാണ് നോക്കുന്നത്. അതിൽ PA/PQ നോക്കി, അതുപോലെ PB/PR നോക്കി. ആ സമയത്ത് നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? 2/5 ആണ്. അതുപോലെ തന്നെ ആംഗിൾ P എന്ന് പറഞ്ഞത് ഈ 2 ട്രയാങ്കിളിനും സെയിം ആണ്. അപ്പോൾ SAS എന്ന് പറഞ്ഞ ക്രൈറ്റീരിയ ഓക്കെയാണ്.
അതുകൊണ്ട് ഈ രണ്ട് ട്രയാങ്കിൾ എന്താണ്, സിമിലർ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, സിമിലർ ട്രയാങ്കിളിൻ്റെ ഫസ്റ്റ് കണ്ടീഷൻ നമുക്കറിയാം, പി എ ഡിവൈഡഡ് ബൈ പി ക്യു ഈസ് ഈക്വൽ ടു എ ബി ഡിവൈഡഡ് ബൈ ക്യു ആർ ഈസ് ഈക്വൽ ടു പി ബി ഡിവൈഡഡ് ബൈ പി ആർ. നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്താൽ മതി. അതുകൊണ്ട് പി എ ഡിവൈഡ് ബൈ പി ക്യു ഈക്വൽ ടു എ ബി ഡിവൈഡഡ് ബൈ ക്യു ആർ. ഇതിൽ പി എ ബൈ പി ക്യു ഈക്വൽ ടു 2/5 ആണ്. അത് നേരത്തെ കാൽക്കുലേറ്റ് ചെയ്താണ്, അത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അതുപോലെ എ ബി എന്ന് പറഞ്ഞാൽ 2 സെൻറ്റിമീറ്റർ ഇൻ ദി ഫിഗർ, ക്യു ആർ ഈക്വൽ ടു എക്സ് സെൻറ്റിമീറ്റർ. സോ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എക്സ് ഈക്വൽ ടു 5 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞ ആൻസർ കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഇഫ് ടാൻ സ്ക്വയർ എ പ്ലസ് കോഡ് സ്ക്വയർ എ ഈക്വൽ ടു 2, എ ഈസ് ആൻ അക്യൂട്ട് ആംഗിൾ, ദെൻ ടാൻ ക്യൂബ് എ പ്ലസ് കോഡ് ക്യൂബ് എ ഈസ് ഈക്വൽ ടു ഡാഷ്. അതിൻ്റെ ആൻസർ എത്രയാണ്, അതിൻ്റെ വാല്യൂ എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, റൈറ്റ് സൈഡിലുള്ള 2ൻ്റെ കൂടെ ടാൻ എ ഇൻറ്റു കോട്ട് എ എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും, ടാൻ എ ഇൻറ്റു കോട്ട് എ എന്നുള്ളതിൽ കോട്ട് എ എന്ന് പറഞ്ഞാൽ 1/tan ആണ്. അപ്പോൾ ടാൻ എയും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക, 1 ആണ് കിട്ടുക. ആ 1നെ 2 കൊണ്ട് എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്താൽ 2 തന്നെയല്ലേ വരിക. അപ്പോൾ ആ ഇക്വേഷനിൽ എന്ത് ചെയ്യുന്നില്ല, മാറ്റങ്ങൾ വരുന്നില്ല. അപ്പോൾ റൈറ്റ് സൈഡ് എന്ത് തന്നെയാണ്, 2 തന്നെയാണ് ആൻസർ വരുന്നത്. അപ്പോൾ ടാൻ സ്ക്വയർ എ പ്ലസ് കോഡ് സ്ക്വയർ എ ഈക്വൽ ടു 2 ഇൻറ്റു ടാൻ എ ഇൻറ്റു കോട്ട് എ എന്നായി മാറി. ഇനി റൈറ്റ് സൈഡിലുള്ള 2 ടാൻ എ ഇൻറ്റു കോട്ട് എ ലെഫ്റ്റ് സൈഡിൽ വരുന്ന സമയത്ത് അതെന്തായി മാറി, നമ്മുടെ എ മൈനസ് ബി ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷനായി മാറും. അതായത് എ എന്ന് പറഞ്ഞാൽ ടാൻ എയും ബി എന്ന് പറഞ്ഞാൽ കോട്ട് എയും. അപ്പം ടാൻ എ മൈനസ് കോട്ട് എ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 0. അപ്പോൾ ലെഫ്റ്റ് സൈഡ് എക്സ്പാൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ തൊട്ട് മുകളിലെ സംഗതി കിട്ടും. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ, ടാൻ എ മൈനസ് കോട്ട് എ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 0. അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യും, സ്ക്വയർ ഒഴിവാക്കി കഴിഞ്ഞാൽ ടാൻ എ മൈനസ് കോട്ട് എ ഈക്വൽ ടു 0, ടാൻ എ ഈക്വൽ ടു കോട്ട് എ. ടാൻ എ ഈക്വൽ ടു കോട്ട് എ എന്ന് പറഞ്ഞാൽ എ ഈക്വൽ ടു എന്താണ്, 45 ഡിഗ്രി. എ കിട്ടിക്കഴിഞ്ഞാൽ തന്നിരിക്കുന്ന കണ്ടീഷനിലേക്ക് എന്ത് ചെയ്യുക, കൊടുക്കുക. ടാൻ ക്യൂബ് എ പ്ലസ് കോട്ട് ക്യൂബ് എ അല്ലേ കിട്ടേണ്ടത്. അതിൽ എക്ക് 45 കൊടുത്താൽ എന്ത് വരും, ടാൻ ക്യൂബ് 45 പ്ലസ് കോട്ട് ക്യൂബ് 45. ടാൻ 45 എന്ന് പറഞ്ഞാൽ 1 ആണ്, കോട്ട് 45 എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 + 1 എന്താണ്, 2. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്, 2 ആണ്.